ഞാനേറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഭരണവാസ്തേനി, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള ഇവരുമേ, യുവജന വേദി എന്നാണെങ്കിലും യൗവനക്കാരേക്കാൾ കൂടുതൽ യൗവനം അങ്ങോട്ട് മറികടക്കാൻ മടി കാണിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ്. എന്നാലും ഓൺലൈനിലൂടെ കുറേ ആളുകൾ വീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം എൻ്റെ സുഹൃത്തുക്കളായ കുറേയേറെ വൈദികർ നർത്തനസഭയിലുണ്ട്. അവരൊക്കെ എനിക്ക് തന്ന ചില സൂചനകളനുസരിച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളോടും വിഷയങ്ങളോടും ചേർത്ത് വെച്ചാകണം എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ചെറിയ ആശയങ്ങളൊക്കെയാണ് കോറിയിട്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഐപാഡിൽ കുറിച്ചിട്ടിരിക്കുന്നത്. ഒരു സുവിശേഷ പ്രസംഗം നടത്താൻ എന്നോട് പറയുകയായിരുന്നെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഞാൻ ഭംഗിയായി നടത്താമായിരുന്നു. എന്നാൽ ഇത് അങ്ങനെ ഒരു ടോപ്പിക്കല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ നിങ്ങളുടെ ധാരണകൾക്ക് വ്യത്യസ്തമായ ചില ആശയങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ ഒക്കെ വന്നാലേ ഇങ്ങനെന്താ മെത്രാനാണെന്നൊന്നും ചോദിച്ചേക്കരുത്. ഉള്ളിൽ പോലും ഞാൻ നല്ലൊരു മെത്രാനാണ്, സത്യവിശ്വാസിയായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ടൈറ്റിൽ വളരെ അട്രാക്റ്റീവാണ്. ക്രിസ്ത്യൻ യൂത്ത് ആൻഡ് ദ സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി. ക്രൈസ്തവ യുവതയുടെ സ്വത്വ അന്വേഷണം. ഇതൊരു വളരെ ആഴമായ വിഷയമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കാനുണ്ട്. 2-3 ദിവസങ്ങൾ ഇത് തന്നെ ഡിസ്കഷൻ ആയതുകൊണ്ട് ഭംഗിയായിട്ട് അത് നിർവഹിക്കപ്പെടും എന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്. 2 തലങ്ങളിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 രീതികളിലാണ് ഞാനിത് കൈകാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത്, ക്രൈസ്തവ യുവത അതിൻ്റെ സ്വത്വബോധം തേടുന്ന ഇന്നത്തെ പശ്ചാത്തലം എന്താണ്? ദ ബാക്ക്ഗ്രൗണ്ട് ഇൻ വിച്ച് ദ ക്രിസ്ത്യൻ യൂത്ത് ഈസ് സെർച്ചിങ് ഫോർ ദെയർ ഐഡൻറ്റിറ്റി. ആ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയെങ്കിലേ എനിക്ക് തോന്നുന്നുള്ളൂ നമ്മൾ അന്വേഷിക്കേണ്ട നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ യുവതയുടെ യൗവനക്കാരുടെ ഐഡൻറ്റിറ്റിയെ ഏതെല്ലാം എലമെൻറ്റ്സ് ചേർത്ത് വെച്ചുകൊണ്ട് വേണം ക്രിസ്തുവേശുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായിട്ട് ആരാധനാ കേന്ദ്രീകൃതമായി എന്നാൽ കാലികമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാതെ അതിനെ വേണ്ടതുപോലെ തുറന്ന കണ്ണുകൾ കൊണ്ട് വീക്ഷിച്ച് അതിൻ്റെ ശരിതെറ്റുകളെ തിരിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ ഹൗ ടു ഡിഫൈൻ വാട്ട് ഈസ് ക്രിസ്ത്യൻ യൂത്ത് ഐഡൻറ്റിറ്റി എന്നുള്ള നിലയിൽ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പേടിക്കേണ്ട 45 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നതാണ്. ആദ്യത്തെ എൻ്റെ ശ്രമമെന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് വി ആർ സെർച്ചിങ് ഫോർ ദ ഐഡൻറ്റിറ്റി. ഈ സ്വത്വബോധത്തിന് വേണ്ടി നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലം എന്താണ്? 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പശ്ചാത്തലമല്ല. ഒരു പക്ഷേ മരാവൻ കൺവെൻഷൻ തുടങ്ങിയിട്ട് 130-ലധികം വർഷങ്ങളായി. അതിൻ്റെ ആദ്യകാലത്തോ അല്ലെങ്കിൽ 25 കൊല്ലങ്ങൾക്ക് മുമ്പോ നടന്നതുപോലെയുള്ള ഒരു സ്വത്വാന്വേഷണം ഇന്ന് നടത്തിയാൽ സാധിക്കുകയില്ല. അങ്ങനെ വന്നാൽ വലിയ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആയിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് അവർ ടാസ്ക് ടു ഫോം ആൻഡ് ടു ഡെവലപ്പ് an identity based on the word of God and the truth revealed in and through Jesus Christ, and at the same time to reflect on the current contextual issues. ഇതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഈ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ചിലതൊക്കെ അല്പം ഒന്ന് വ്യാഖ്യാനിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കും. എന്നാൽ അല്ലാത്തതൊക്കെ വേറെ പറഞ്ഞ് നിങ്ങൾക്ക് പോകുന്നതേ എന്നുള്ളതേ ഉള്ളൂ. അതിലൊന്ന്, കറണ്ട് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന സാമൂഹിക, സാംസ്കാരിക, മതരാഷ്ട്രീയ പശ്ചാത്തലം,
അതേക്കുറിച്ച് അധികം വർണ്ണനകളോ വിശദീകരണങ്ങളോ വേണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം മതവും രാഷ്ട്രീയവും തമ്മിലെടുത്താൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു യൂസേജ് ഉണ്ട്, അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ദ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. രാഷ്ട്രീയവും മതവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എല്ലാ മതങ്ങളിലും, ഇൻക്ലൂഡിങ് ക്രിസ്ത്യാനിറ്റിയും, വിതൗട്ട് എനി ഡിനോമിനേഷണൽ ഡിഫറൻസ്, ദാറ്റ് ഇസ് എ റിയാലിറ്റി. അത് നടക്കുന്നു. അതുകൊണ്ട് അവകാശ സമരങ്ങൾ അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്തൊക്കെ നല്ലതാണ്. പക്ഷേ സ്റ്റിൽ ദർ ഈസ് ആൻ അൺഹോളി നെക്സസ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൈസ്തവ മതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലുള്ള ഒരു പ്രശ്നത്തിൻ്റെ കണ്ടിന്യൂവേഷൻ മാത്രമായിരുന്നു. അന്ന് റോമൻ എംപയറിലെ ഏർലി ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള നെക്സസ് ആയിരുന്നെങ്കിൽ, അൺഹോളി നെക്സസ് ആയിരുന്നെങ്കിൽ, ഞാൻ ഒരു സെൽഫ് ക്രിറ്റിസിസം നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ സഭകളൊക്കെ ഇങ്ങനെ ആദ്യത്തെ മെയിൻ ഡിവിഷൻ നടന്ന കൗൺസിൽ ഓഫ് കാൽസിഡോൺ തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം നോക്കിയാൽ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് എനി തിയോളജിക്കൽ ഇഷ്യൂസ്. ഓഫ് കോഴ്സ് there were തിയോളജിക്കൽ ഇഷ്യൂസ്, ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ ഉണ്ടായി. പക്ഷേ prior to that there were certain political interest and personal interest. എന്തിന്? ഈ കേരളത്തിലെ സുറിയാനിക്കാരുടെ ഇടയിലും ഉണ്ടായിരിക്കുന്ന ഭിന്നതകളിലും ഒക്കെ അന്യോന്യം വെച്ച് പുലർത്തിയ വ്യക്തിവൈരാഗ്യങ്ങളും അല്ലെങ്കിൽ അതുവഴി ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും ഒക്കെയാണ്. അതെന്തുമാവട്ടെ, അങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഈ സഭകൾ പലതായിട്ട് നിൽക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. തെറ്റിദ്ധരിക്കല്ലേ. സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വെള്ളപ്പൊക്കം 1-2 തവണ വന്നതാണ് അല്ലേ. കഴിഞ്ഞ ആണ്ട് വയനാട് മുഴുവൻ തകർത്തു, അല്ലെങ്കിൽ കുറേ ചുരൽമലയും കുറേ ഏറിയായി. എന്തുകൊണ്ടാണ്? വലിയ പ്രവാഹമായിട്ട് കുത്തൊഴുക്കായിട്ട് ഇങ്ങോട്ട് വന്നാൽ തീരങ്ങളെല്ലാം അത് നശിപ്പിച്ച് കളയും. പക്ഷേ അന്ന് ആ ചുരൽമലയിൽ ഒഴുകിയ പ്രവാഹം കൊച്ചു കൊച്ചു കൈവഴികളായിട്ട് ഒഴുകിയിരുന്നെങ്കിൽ അതൊന്നും തന്നെ നഷ്ടമാകുകയില്ലായിരുന്നു എന്ന് തന്നെയല്ല, അതിനെ കൂടുതൽ ഫലപുഷ്ടമാക്കിയിട്ട് അത് കൂടുതൽ ഫലവത്താക്കി തീർക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ആശ്വസിക്കുന്നത്, കേരളത്തിലെ നമ്മുടെ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകമുള്ള നമ്മളെല്ലാം തന്നെ പല വിഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കൊച്ചു കൈവഴികളായിട്ട് ഒഴുകുന്നത് ദൈവഹിതമാണ്. അതുകൊണ്ട് എന്തുണ്ടായി? തീരങ്ങളെല്ലാം വളരെ ഫലപുഷ്ടമായി തീർന്നു. ഈ മാരാമൺ കൺവെൻഷൻ, ഈ സഭയിൽ, മലങ്കരയിലെ സുറിയാനി സഭയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ മാരാമൺ കൺവെൻഷൻ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എല്ലാറ്റിലും ഈ ഇങ്ങനെ കൈവഴികളായി ഒഴുകി തീരങ്ങളെ അതങ്ങനെ ഫലപുഷ്ടമാക്കി ഇന്ന് വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് കാരണക്കാരായവരുടെ മനസ്ഥിതികളെക്കുറിച്ചല്ല, ദൈവം അവരെ എടുത്ത് ഉപയോഗിച്ച പ്രക്രിയയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ പറഞ്ഞത് നിലവിലുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അത് നല്ലവണ്ണം മനസ്സിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ഈ ഐഡൻറ്റിറ്റി സെർച്ച് എന്ന് പറയുന്ന സംഗതി യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഈ ഓൺലൈൻ ആയതുകൊണ്ട്, ഇത് നാട് മുഴുവൻ പോകുന്നതായതുകൊണ്ട് എനിക്ക് കൂടുതലും കൂടെ തുറന്നു പറയാൻ ഒക്കെയില്ല. എങ്കിലും ഒക്കെ പതുക്കെ പറയുകയാണ്. പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയെ സൈഡ്ലൈൻ ചെയ്യുന്ന രീതികളൊക്കെ ധാരാളം കാണുന്നുണ്ടല്ലോ. സാഹിത്യമോ കലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ ക്രൈസ്തവികതയ്ക്കോ ക്രൈസ്തവ എഴുത്തുകാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കോ വലിയ സ്ഥാനമൊന്നും കൊടുത്ത് അധികം കണ്ടിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പേർക്കറിയാം റവറൻ ജോർജ് മാത്തനെക്കുറിച്ച്. മലയാളമയുടെ വ്യാകരണം എന്ന പേരിൽ 1861 മലയാള ഭാഷയ്ക്ക് ആദ്യമായിട്ട് വ്യാകരണത്തിൻ്റെ നിയമങ്ങൾ എഴുതി തയ്യാറാക്കിയത് ഒരു ആംഗ്ലിക്കൻ മലയാളി അച്ഛനാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. ഞാൻ ഈ പറഞ്ഞത് ഒരു ചെറിയ ഉദാഹരണം എന്നുള്ള നിലയിലാണ്. എന്നാൽ ഗൗരവമായിട്ട് എടുക്കേണ്ട വേറെ ചില സംഗതികളുണ്ട്. അതിലൊന്ന്, ഇന്ന് നമ്മളെല്ലാം നേരിടുന്നൊരു പ്രതിസന്ധിയുണ്ട്. എന്താണ്? ഇഷ്യൂസ് റിലേറ്റഡ് ടു മൈഗ്രേഷൻ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ യൗവനക്കാർ അല്ലെങ്കിൽ ടീനേജ് അങ്ങോട്ട് കഴിഞ്ഞ്
ഹയർ സ്റ്റഡീസിന് വേണ്ടി വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. അതുവഴിയായിട്ട് അവരുടെ മണ്ണിൽ നിന്നുള്ള വേര് പിരിച്ച് അവർ പറിച്ചെടുക്കുകയാണ്. ടാഗോർ പറയുന്നുണ്ട് ഗീതാഞ്ജലിയിൽ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് വൃക്ഷത്തിൻ്റെ ചുവട് പറിച്ചെടുക്കുന്ന പ്രക്രിയയല്ല. ഒരു വൃക്ഷം അതിൻ്റെ വേരുകൾ വളരെ ആഴത്തിൽ മണ്ണിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് മൂടോടെ പിഴുതു മാറ്റിയാൽ ഒരിക്കലും അത് സ്വാതന്ത്ര്യമാകുകയില്ല. അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്ക് അധികം നാൾ നിൽക്കാനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് ഈ മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുന്ന നേരത്തൊക്കെയും ശരിയാണ്, അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഒക്കെ ധാരാളം ആളുകൾ ചെല്ലുന്നു, നല്ല ജോലികൾ കിട്ടുന്നു. പക്ഷേ മാറി വരുന്ന പൊളിറ്റിക്കൽ സെനാരിയോയിൽ എന്തായിരിക്കാം ഭാവിയിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത്? ഇതൊരു വലിയ ക്രൈസിസ് തന്നെയാണ്. എന്നാൽ ഇതേ നേരത്ത് തന്നെ മറ്റൊരു ക്രൈസിസ് അതിന്ന് ഉത്ഭൂതമായിരിക്കുന്നത്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ അനേക ഭവനങ്ങളെ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിൽ നാളുകളില്ലാതെ വാർദ്ധക്യത്തോട് അടുത്ത് വരുന്ന നമ്മുടെ പേരൻസ്, അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. ഇതെല്ലാം, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഈ മൈഗ്രേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഗൗരവമായിട്ടെടുക്കുന്നുവെങ്കിലേ യഥാർത്ഥത്തിൽ ക്രൈസ്തവ യുവതയുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ അല്ലെങ്കിൽ സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി എന്നുള്ളിടത്ത് ഹൗ ടു ഡിഫൈൻ, ഹൗ ടു മേക്ക് ഡിഫറെൻറ്റ് ഫോംസ് എന്ന് നിർണ്ണയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു ബാക്ക്ഗ്രൗണ്ടാണെന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെയേറെ ഇന്ന് യൗവനക്കാർ, പ്രത്യേകിച്ച് കേരളത്തിൽ അത്ര അധികമായിട്ടില്ല എന്നാലും ഉണ്ട്, എന്നാൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ യങ് ജനറേഷൻ നേരിടുന്ന, അല്ലെങ്കിൽ പൊതുവായിട്ട് ഇന്ന് ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന വാക്ക് തന്നെ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറ്റകരമായിരിക്കാം. ഇഷ്യൂസ് റിലേറ്റഡ് ടു മൾട്ടിപ്പിൾ സെക്ഷൽ ഓറിയൻറ്റേഷൻസ്. ഈ സെക്ഷൽ ഓറിയൻറ്റേഷനിൽ വന്നിരിക്കുന്ന വൈവിധ്യതകൾ, തെറ്റുകളും ശരികളും എന്നുള്ള വാക്ക് പറയാൻ എനിക്ക് ധൈര്യമില്ല. സെക്ഷൽ ഓറിയൻറ്റേഷനിൽ വന്നിരിക്കുന്ന വൈവിധ്യതകൾ, ഒരു കാലത്ത് അതൊക്കെ വൈകൃതങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് പക്ഷേ വൈകൃതവും നീ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമം പോലും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടേക്കാം, ഒരു പക്ഷേ കേരളത്തിലല്ലെങ്കിലും ഓൺലൈൻ ആയതുകൊണ്ട് ഇതിന് ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവ് ഉണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓറിയൻറ്റേഷൻസ്, ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഹൗ ടു ഡിഫൈൻ അവർ യൂത്ത് ഐഡൻറ്റിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ സെക്ഷൽ ഓറിയൻറ്റേഷൻസ്, സെയിം സെക്സ് റിലേഷൻഷിപ്പ് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തും നമ്മുടെ കൊച്ചു കേരളത്തിലൊന്നും അത് ടോട്ടലി അൺനോൺ ആയിരിക്കുന്ന സംഗതി ഒന്നും അല്ല. മലയാളികളായിരിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനിക്കാരായ ചെറുപ്പക്കാരുടെ ഇടയിൽ വരെ അതിൻ്റെ സ്വാധീനം ഇങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ലിവിങ് ടുഗെദർ എന്നുള്ളത് ഇന്ന് വലിയ ഗൗരവമായിട്ട് ആരും എടുക്കുന്നില്ല. അത് പോകട്ടെ, അത് കൂടാതെയാണ് ഈ സെയിം സെക്സ് റിലേഷൻഷിപ്പ്. ഇതിലൊക്കെ അപകടകരമായ മറ്റൊന്ന് വരികയാണ്, ഇംപേഴ്സണൽ സെക്ഷൽ റിലേഷൻഷിപ്പ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതും ഞാനങ്ങ് തുറന്നു പറയുകയാണ്. തിരുമേനിയുടെയൊക്കെ സാന്നിധ്യം ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഇത് യുവവേദി ആയതുകൊണ്ട് വല്ലതൊക്കെ തുറന്നു പറയും. അതുകൊണ്ട് അമ്മമാരോ അല്ലെങ്കിൽ സീനിയർ ആയിരിക്കുന്നവരോ എന്നെ അവിശ്വാസിയായിട്ട് മുദ്ര കുത്തരുത് എന്നുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെയും കണ്ടുവരുന്ന ഒരു പ്രക്രിയയിൽ ഒന്ന് ഇംപേഴ്സണൽ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജൈവ മനുഷ്യൻ്റെ സാന്നിധ്യമില്ലാതെ നോൺ ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ചില റോബോട്ട്സൊക്കെ ഉണ്ടായിട്ട് അവരെ ജീവിത പങ്കാളികളാക്കിക്കൊണ്ടുള്ള സെക്ഷൽ റിലേഷൻസ് അതെന്ന് അനേക ഇടങ്ങളിൽ കണ്ടുവരികയാണ്. Then how we define the Christian identity, youth identity? എങ്ങനെയാ ഇതൊക്കെ പറയുവാനായിട്ട് സാധിക്കുന്നത്? ഞാൻ ഓർക്കുക, ഞാൻ ഡോക്ടർ സ്റ്റഡീസ് നടത്തുമ്പോൾ കൽക്കട്ട ബിഷപ്സ് കോളേജിൽ 3-4 മാസം താമസിക്കേണ്ടി വന്നു. അന്ന് കൽക്കട്ട സെൻറ് തോമസ് പള്ളിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്.
അവിടെ MGOCSM വളരെ പവർഫുള്ളാണ്. അന്ന് 100-300 വീട്ടുകാരുണ്ടായിരുന്നു, 30 കുടുംബങ്ങളായി ചുരുങ്ങിയിരിക്കുക. ഒരു പെങ്കച്ചൻ്റെ അടുത്ത് കൺഫസ് ചെയ്യാനായിട്ട് കുമ്പസാരിക്കാനായിട്ട് വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇംഗ്ലീഷിൽ അവളെ ചോദിച്ചത്, അച്ഛാ, നമ്മൾ വായിക്കുന്ന വേദപുസ്തകം തന്നെയാണോ അമേരിക്കയിലെ ചെറുപ്പക്കാരും വായിക്കുന്നത്? അല്ലെന്നോ ആണെന്നോ പറയാൻ എനിക്ക് ഒക്കുമോ? അല്ലെന്ന് പറയാൻ ഒക്കുകയില്ല. ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു 100,000 ചോദ്യങ്ങൾ തിരിച്ചെന്നോട് ചോദിച്ചു. നമ്മുടെ തെറ്റുകളൊക്കെ അവിടുത്തെ ശരികളാണ്. ഞാൻ പറഞ്ഞു, അതിനൊന്നും ഉത്തരം പറയാനുള്ള രക്ഷപ്പെടുന്ന പോലെ എങ്ങനെയാണ്? ഞങ്ങൾ ഈ അച്ഛന്മാരും എത്രാച്ചന്മാരും ഒക്കെ ഉണ്ടല്ലോ, സൂത്രത്തിൽ രക്ഷപ്പെടാനായിട്ട് എല്ലാ വിദ്യയും പഠിച്ചിട്ടുള്ളവരാണ്. അതിന് പറ്റിയ സമയം ഇതെല്ലാം മോളെ. നമുക്ക് ധാരാളം ആളുകൾ ഇനിയും കുമ്പസാരിക്കാൻ നിൽക്കുക. നീ എന്നോട് പിന്നെ വന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. ആ കൊച്ചിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ തൽക്കാലം പക്ഷേ സ്റ്റിൽ ആ ചോദ്യം റെലവൻ്റാണ്. The word of God, whether it is in India or in abroad, how we interpret and what message we are going to explore from the word of God in accordance with the context. അതൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഇഷ്യൂസ് റിലേറ്റഡ് ടു മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ട് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ, ഇതിനെയെല്ലാം പാപം അല്ലെങ്കിൽ ഇത് ശരിയല്ല, ദൈവവചനത്തിനെതിരാണെന്നുള്ള നിലയിൽ തൽക്കാലം ബ്രാക്കറ്റിലിട്ടങ്ങ് മാറ്റി വെച്ചേക്കുക. എന്നാൽ നമുക്ക് തന്നെ അറിയാം, ഇതിനെയൊക്കെ ലീഗലൈസ് ചെയ്ത ക്രിസ്ത്യൻ കൺട്രി, സോ കോൾഡ് ക്രിസ്ത്യൻ കൺട്രീസ് ധാരാളം വെസ്റ്റിലുണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ അത്രയും അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അഡ്വാൻസ്ഡ് എന്നുള്ള വേള ഞാനതും കൊട്ടേഷനിലാണ് പറയാം, അത്രയും അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നും ഇതൊക്കെ വചനത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ പ്രകൃതത്തിന് വിരുദ്ധമാണെന്നുള്ള ധാരണയിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് ദ ക്വസ്റ്റ്യൻ, ഹൗ ഫാർ? എത്ര നാൾ നമുക്ക് സാധിക്കും? പ്രത്യേകിച്ച് മൈഗ്രേഷൻ പോലുള്ള പ്രക്രിയ ഇങ്ങനെ വല്ലാതെ നീണ്ടുപോകുന്ന സമയവും, അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സെർച്ച് എൻജിൻസ് ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി അതിൻ്റെ എല്ലാ സാധ്യതകളോടും കൂടി സാധാരണക്കാരെ വരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതിനെ ആശ്രയിച്ച് ജീവിത മൂല്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇതിനൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ചില വിഷയങ്ങൾ തന്നെയാണ്. അവിടാണ് നമുക്ക് വീണ്ടും ചോദിക്കേണ്ടത്, ഹൗ വി വിൽ ഡിഫൈൻ ഓർ വി വിൽ സെർച്ച് അവർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, എസ്പെഷ്യലി യൂത്ത് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി. ഇനി അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വേറൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ റെവല്യൂഷൻ ആൻഡ് ദ ചാലഞ്ചസ് എന്നുള്ളതാണ്. നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? വ്യാവസായിക വിപ്ലവം, കാർഷിക വിപ്ലവം, ഇതെല്ലാം യൂറോപ്പിൽ തുടങ്ങി അതിൻ്റെ വളരെ ശക്തമായ വളർച്ച പിന്നീടുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന മോഡേൺ സൊസൈറ്റി തന്നെ ഇത്തരത്തിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് അതിശക്തമായ റെവല്യൂഷൻ ഏതാണ്? ഡിജിറ്റൽ റെവല്യൂഷൻ, സൈബർ റെവല്യൂഷൻ. നമ്മളിന്ന് ആകെപ്പാടെ ഒരു വല്ലാത്ത അന്ധകാരത്തിൽ. വിച്ച് വൺ ഈസ് കറക്റ്റ്, ഓഫ്ലൈൻ ഓർ ഓൺലൈൻ, വെർച്വൽ ഓർ ഫിസിക്കൽ? ഈ ഫിസിക്കൽ വേൾഡ് ആണോ റിയൽ, വെർച്വൽ വേൾഡ് ആണോ റിയൽ എന്നുള്ള ആശങ്കയുള്ള ആളുകളാണ് നമ്മളൊക്കെ. കാരണം എന്താ? അതിലേക്കാണ് ഞാൻ പോകുന്നത്. അല്പം ഇവിടെ ഞാൻ ഈ ഡിജിറ്റൽ ടെക്നോളജിയെക്കുറിച്ചും ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ചും അത് ഉണ്ടാക്കിയിരിക്കുന്ന ചില ആശയങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക, ഉൾക്കൊള്ളുവാൻ കഴിയുന്നവർ ഉൾക്കൊള്ളുക. ഞാനത് പറയാതിരുന്നാൽ ഇത്രയും ഇന്നത്തെ ഒരു ചാലഞ്ചിങ് ഇഷ്യൂ കൺസിഡർ ചെയ്യാതെ ഒരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ ഒക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ശാസ്ത്രലോകത്തൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ കേട്ട് കാണും ചില ഓതേഴ്സിനെ കുറിച്ചൊക്കെ. വളരെ ശ്രദ്ധേയരായിട്ടുള്ള ചില എഴുത്തുകാരെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ യുവ വൈദികരൊക്കെ ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ്. റേ കുർസുവെയിൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു ഫ്യൂച്ചറോളജിസ്റ്റാണ്, അതോടൊപ്പം തന്നെ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സിംഗുലാരിറ്റി ഈസ് നിയർ പ്രശസ്തമായൊരു ബുക്കാണ്.
ഞാൻ ദൈവകൃപയാൽ എനിക്കിത് വായിക്കാൻ സാധിച്ചതാണ്. മറ്റൊന്ന്, മിഷിയോ കാക്കു എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ഒരു ജാപ്പനീസ് ഫിസിസിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിസിക്സ് ഓഫ് ദ ഫ്യൂച്ചർ, അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് യുവാൽ ഹരാരി. അദ്ദേഹത്തിൻ്റെ ഹോമോ സാപ്പിയൻസ്, ഹോമോ ദേവൂസ് ആൻഡ് നെക്സസ് ഇപ്പോൾ ഇറങ്ങിയത്. ഈ ബുക്കുകളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതെല്ലാം വായിച്ചു തീർക്കാനായിട്ട് സാധിച്ചു. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനിലാണ്. എനിക്കാകെ ഒരു ആശങ്കയാണ്, എങ്ങനെയായി മുമ്പോട്ട് പോകേണ്ടത്? എത്ര നാളാണ് ഈ സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ ഇന്ന് കാണുന്ന ഐഡൻറ്റിറ്റി തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അത്ര ഡ്രാസ്റ്റിക് ചേഞ്ചസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാരും തന്നെയില്ല. ഇൻഫർമേഷൻ ടെക്നോളജി, ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചും ബ്രെയിനിനെ കുറിച്ചുമുള്ള പഠന മേഖലയാണ്, ശാസ്ത്രമേഖലയാണ്. ഈ ബ്രെയിനിൽ ന്യൂറോണുകളുണ്ട്. ന്യൂറോണുകൾ എന്ന് പറഞ്ഞാൽ നെർവ് സെൽസ് എന്നാണ്. ഓരോ ന്യൂറോണും ഉണ്ട്. ഈ ന്യൂറോണിൻ്റെ സവിശേഷത എന്താണ്? ഇതാണ് ഈ പ്രോസസ്സിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഓഫ് സിഗ്നൽസ്. അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആകാം, കെമിക്കൽ കോമ്പിനേഷൻസ് കൊണ്ടുണ്ടാകുന്ന സിഗ്നൽസ് ആകാം. ഇതിനെയൊക്കെ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്ത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ കൊച്ചു ന്യൂറോണുകളാണ്, നെർവ് സെൽസാണ്. അതിൻ്റെ ശൃംഖലയാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. ഇതൊക്കെ ദൈവദത്തമായിട്ട് സാധാരണക്കാരായ മാംസവും മജ്ജയും എല്ലും ഒക്കെയുള്ള ഈ ശരീരത്തിന് ഉള്ളതുപോലെ തന്നെ കൃത്രിമ മനുഷ്യനിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടും ഈ ന്യൂറോ സയൻസിൻ്റെ സഹായത്തോടുകൂടിയൊക്കെ ഏതാണ്ട് ഈ റേ കുർസ്വെയിൽ പറയുന്ന സിംഗുലാരിറ്റി ഈസ് നിയർ എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു 2050 അല്ലെങ്കിൽ അടുത്ത ചങ്ങാതി മിഷിയോക്ക് പറയുന്നത് 2100 there should be 2 categories of human being. 2 തരത്തിലുള്ള മനുഷ്യരുണ്ടായിരിക്കും. എങ്ങനെയുള്ളവരാണ്? ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീയിങ്സ്. ജൈവ മനുഷ്യൻ എങ്ങനെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായി പിന്നീട് 9 മാസം കഴിഞ്ഞ് മണ്ണിലേക്ക് പറന്ന് പിച്ച വെച്ച് ബാല്യവും ശൈശവവും ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് വളർന്നു വരുന്ന മനുഷ്യൻ. എന്നാൽ ഇതൊന്നും തന്നെ ഇല്ലാതെ പൂർണ്ണതയോടോ സാധാരണ മനുഷ്യൻ്റെ ഒരു 10 ഇരട്ടി അല്ല 100 ഇരട്ടി വൈഭവമുള്ള ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീയിങ്സ്. എനിക്കറിഞ്ഞുകൂടാ അതിനെ ബീയിങ് എന്ന വാക്കുകൊണ്ട് തന്നെ പറയാൻ സാധിക്കുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ബയോളജിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ എന്ന് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. അങ്ങനെയുള്ളൊരു മനുഷ്യവർഗം ഉടലെടുക്കുവാനായിട്ട് പോവുകയാണ്. ചിലരതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. എവല്യൂഷൻ ഈസ് ഇൻ പ്രോഗ്രസ്. എവല്യൂഷൻ തിയറിയിലെ അടിസ്ഥാനത്വം എവല്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുക. നമുക്കറിയാം, നീ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നോക്കിയാലും ഈ നമ്മുടെ ധാരണ എന്താണ്? ചിമ്പൻസിയിൽ നിന്ന് മനുഷ്യനുണ്ടായി, ഇതൊക്കെയാണ് എവല്യൂഷൻ. നോ, എവല്യൂഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ദാറ്റ് വിൽ കണ്ടിന്യൂ എല്ലാ രംഗങ്ങളിലും. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഒരു ക്രിസ്റ്റ വണ്ടിയായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേറെ വണ്ടിയാണെങ്കിലും ക്രിസ്റ്റയുടെ ഹൈബ്രിഡ് വന്നിരിക്കുകയാണ്. എല്ലാ വാഹനങ്ങൾക്കും അങ്ങനെ ഹൈബ്രിഡ് വന്നിരിക്കുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ടെക്നോളജിക്കൽ എവല്യൂഷനാണ്. ഡാർവിൻ അതും ഇത്തരത്തിലല്ല കണ്ടതെങ്കിലും ഇന്നത്തെ ഈ ശാസ്ത്രജ്ഞരൊക്കെ ഇതിനെ ടെക്നോളജിക്കൽ എവല്യൂഷനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞിരുന്ന ഈ മനുഷ്യൻ, ഹരാരി പറയുന്നു, ഇപ്പോഴെന്തായിരിക്കുകയാണോ ഹോമോ ദേവൂസ്. ദേവൂസ് എന്നുള്ളത് ലാറ്റിൻ ഗ്രീക്ക് വേർഡാണ്, ദൈവം എന്നാണ്. അതായത് സാധാരണ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് എന്താണോ ചിന്തിച്ചിരുന്നത്, ദൈവത്തിന് മാത്രം സാധിക്കുമെന്ന് കരുതിയിരുന്ന കുറേയേറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാസ്റ്റ് എന്ന അർത്ഥത്തിലല്ല, എ കാറ്റഗറി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പേരെന്താണോ ഹോമോ ദേവൂസ്. സോ ദർ ഈസ് എ ഗ്രാജുവൽ എവല്യൂഷൻ ഫ്രം ഹോമോ സാപ്പിയൻസ് ടു ഹോമോ ദേവൂസ്. അവർക്കതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഈ റേസ് ക്രിസ്വയിൽ പറയുന്ന സിംഗുലാരിറ്റി ഈസ് നിയർ. യാതൊരു വ്യത്യാസവും ഇല്ലാതെ ജൈവ മനുഷ്യനെ മറികടക്കുന്ന അവൻ്റെ ശക്തിയുടെ ഒരു 100 ഇരട്ടി ശക്തിയുള്ള മനുഷ്യർ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അവിടെ വ്യത്യാസം എന്താണ്? അവിടെ ഫ്ലഷ് ഇല്ല, ഇൻ്റലിജൻസ് ഉണ്ട്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ എത്ര കാറ്റഗറി ഉണ്ട്? പുവർ എ ഐ ഉണ്ട്, കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എ ഐ. എൻ്റെ റൂം വൃത്തിയാക്കുന്നത് ഇപ്പോൾ ഒരു വട്ടത്തിലുള്ളൊരു സൂത്രം കൊണ്ടാണ്. എൻ്റെ സഹോദരിയുടെ പുത്രി വാങ്ങി തന്നതാണ്. അത് ഓൺ ചെയ്ത് മൊബൈലിലൊരു ഒരു ആപ്പുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ മുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി തരും. ഇടയ്ക്ക് അതിനെ ക്ലീൻ ചെയ്യണം. അതൊക്കെ പുവർ എ ഐ കാറ്റഗറി വരുന്നതാണ്. ജനറൽ എ ഐ എന്ന് വേറൊരു വിഭാഗമുണ്ട്, കുറേ കൂടി അഡ്വാൻസ്ഡ് ആണ്. സൂപ്പർ എ ഐ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പൂർണ്ണതയിലെത്തിയില്ല. അവനങ്ങ് വന്നു കഴിയുമ്പോഴാണ് ഭയാനകമായ മറ്റു ചില സംഗതികൾ ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. ദേ വിൽ ഹാവ് ദ എബിലിറ്റി ടു വൈപ്പ് ഔട്ട് ഹ്യൂമൻ ബീയിങ് ഫ്രം ദിസ് പ്ലാനറ്റ്. ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഗ്രഹത്തിൽ നിന്ന് തന്നെ മനുഷ്യനെ തുടച്ചു നീക്കാനുള്ള ശക്തിയുള്ള ഹ്യൂമൻ ഈ പറയുന്ന സൂപ്പർ ഇൻ്റലിജൻസ് ഉള്ള ജീവികളാണ് വരുന്നത്. ജീവികളെന്നൊന്നും വിളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഇതൊക്കെ, അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം, വിച്ച് വേൾഡ് ഈസ് റിയൽ, ഫിസിക്കൽ ഓർ വെർച്വൽ? വിച്ച് ഇൻഡിവിജ്വാലിറ്റി ഈസ് റിയൽ? അതുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്ന, പ്രത്യേകിച്ച് ഹരാരിയും അദ്ദേഹത്തിൻ്റെ നെക്സസ് എന്ന് പറയുന്ന ബുക്കിൽ ഒരുപാട് ഡേഞ്ചേഴ്സ് ഇതിനെക്കുറിച്ച് പറയുന്നതിൽ ഒന്ന്, ഒരു സിലിക്കൺ കർട്ടൻ ലോകത്തെ വിഭാഗിക്കാൻ പോവുകയാണ്. ഡിജിറ്റൽ എംപയേഴ്സ് ഉണ്ടാകുകയാണ്. ഡിജിറ്റൽ രാജ്യങ്ങൾ, ഡിജിറ്റൽ വെപ്പൺസ് ആൻഡ് ഡിജിറ്റൽ വാർ. ഒരു കാലത്ത് ന്യൂക്ലിയർ വാറിനെ കുറിച്ചായിരുന്നു നമുക്ക് ആശങ്ക. ഇന്ന് അതല്ല. ന്യൂക്ലിയർ വാറിൻ്റെ 1000 ഇരട്ടി ശക്തിയുള്ള ഒന്നുമില്ല. ന്യൂക്ലിയർ ഒരു വാർ വരികയാണെങ്കിൽ എവിടെ നിന്നാണെന്നെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എ ഡിജിറ്റൽ വാർ, നോബഡി ക്യാൻ ഐഡൻറ്റിഫൈ ഫ്രം വിച്ച് സ്പോട്ട് ഇറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെയുള്ളൊരു ഗതികേടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ വാറിനുള്ള സാധ്യതകൾ, അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ സിവിലൈസേഷനാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്ര മനോഹരമായ സാംസ്കാരികതകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. ഇൻഡസ് വാലിയും മോഹൻജാദ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന അല്ലെങ്കിൽ മറികടക്കുന്ന, അവിടെ നിന്ന് ഇമാജിൻ ചെയ്യാനൊക്കാത്ത പുതിയൊരു സംസ്കൃതി, ഒരു ഡിജിറ്റൽ സിവിലൈസേഷൻ ആൻഡ് ഡിജിറ്റൽ വേൾഡ്. അവിടാണ് എൻ്റെ ചോദ്യം. ദെൻ വാട്ട് ഈസ് ദ റിയൽ, വെർച്വൽ ഓർ ഫിസിക്കൽ, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ? ഓൺലൈൻ മീറ്റിങ്സ് നമുക്കുണ്ട്, ഓഫ്ലൈൻ മീറ്റിങ്സും ഉണ്ട്. എന്നാൽ ഇനിയുള്ള കാലത്ത് ഓൺലൈൻ മേഖലയായിരിക്കാം കൂടുതൽ പവർഫുൾ ആകുന്നത്. ഇപ്പോൾ തന്നെ അതറിയാം. സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്കൊക്കെ അതേക്കുറിച്ച് നല്ലതുപോലെ ജ്ഞാനമുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ട് എന്തെല്ലാം കച്ചവടം നടക്കുന്നതൊക്കെ അതിലൂടെ അല്ലേ. എന്തിനാ ഞാൻ ഈ പറയുന്നത്? ഞാനും ബുക്സ് വാങ്ങിക്കുന്നതെല്ലാം ഓൺലൈനിലൂടെയാണ്. സങ്കോഷിച്ചതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വല്ലതൊക്കെ ബുക്ക് സജസ്റ്റ് ചെയ്യും. അന്നേരം അതൊക്കെ വാങ്ങുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാനിത് പറയാൻ ആഗ്രഹിച്ചത്, ആദ്യം പറഞ്ഞു വരുന്ന സോഷ്യോ പൊളിറ്റിക്കലും കൾച്ചറൽ റിലീജിയസ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഈവൻ ഈ സെക്ഷൽ വേൾഡിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളോ, അതൊക്കെ ഒരളവ് വരെ എങ്ങനെയെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിജിറ്റൽ സിവിലൈസേഷൻ that is more, I don't want to say dangerous, but it is very difficult to handle that culture. അങ്ങനെ ഒരു വലിയ ലോകത്തും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന 50, 60, 70 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കാണുന്ന ജൈവ മനുഷ്യനേക്കാൾ പവർഫുള്ളായിരിക്കുന്ന, എന്തും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ, ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീയിങ് ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് വി ആർ സെർച്ചിങ് ഫോർ ക്രിസ്ത്യൻ യൂത്ത് ഐഡൻറ്റിറ്റി. ഞാൻ ഈ കോണ്ടെക്സ്റ്റ് നിർത്തുകയാണ്. ഇനി രണ്ടാമത്തെ എൻ്റെ ഭാഗത്തിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും, ഇതൊക്കെയാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എങ്കിലും, ഈ കോണ്ടെക്സ്റ്റിലാണ് ക്രിസ്ത്യൻ യൂത്ത് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. എങ്കിൽ കൂടെ സ്റ്റിൽ വി ഹാവ് ഹോപ്പ്. നമ്മൾ പ്രത്യാശയുള്ളവരാണ്.
പ്രത്യാശയില്ലാത്തടത്ത് പ്രത്യാശയുള്ളവനാണ് ക്രിസ്ത്യാനി. കാരണം എന്താണ്? നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപവും സദൃശ്യവും പേറുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യൻ യൂത്ത് ഐഡൻറ്റിറ്റി ഫോർമേഷന് അല്ലെങ്കിൽ ഒരു സെർച്ചിന് ചില ഡയറക്ഷൻസ് മാത്രം പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തേത്, ഐഡൻറ്റിറ്റി ഡീപ്ലി റൂട്ടഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന ദൈവവചനത്തിൻ്റെ ജനസിസ്, ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ നമ്മളത് കാണുന്നതാണ്. ഇതാണ് നമ്മുടെ വലിയ പ്രത്യാശ. വി ആർ ദ ഇമേജ് ഓഫ് ഗോഡ്. ഈ ഇമേജ് എന്ന വാക്കിന് സൈബർ വേൾഡിൽ വളരെയേറെ സ്വാധീനമുള്ളതാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് എങ്ങനെയാണ് ഓരോ സാധനം കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ചെറിയൊരു പഠനം എൻ്റെ കൊച്ചു ബുദ്ധി കൊണ്ട് ഞാനൊന്ന് നടത്തുകയുണ്ടായി. ഒരു പക്ഷിയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണ്? വിവിധ തരം പക്ഷികളെ അങ്ങോട്ട് അതിൻ്റെ കോഡിങ്ങിലൂടെ, അൽഗോരിതംസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അൽഗോരിതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ത്രീകൾക്ക് മനസ്സിലാകാനായിട്ടൊരു ഉദാഹരണം പറയാം. നമുക്ക് നല്ലൊരു ചിക്കൻ കറി വെക്കണം. അപ്പോൾ അതിന് ചില സ്റ്റെപ്പുകളുണ്ടല്ലേ. കോഴി ആദ്യം ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പ്രോസസ്സുണ്ട്. അതിൻ്റെ തൂവലൊക്കെ പറിച്ച് കഷ്ണങ്ങളാക്കണം. പിന്നെ അതിൻ്റെ റെസിപ്പിയുണ്ട്. സ്റ്റെപ്പ് 1, 2, 3, 4 ഇങ്ങനെ അവസാനം ഇതെല്ലാം കൂടെ അടുപ്പേ വെച്ച് കറി വെച്ചാൽ സാധനം കിട്ടും. ഇത് പറയുന്നത് പോലെ ഈ കമ്പ്യൂട്ടർ വേൾഡിൽ പ്രോഗ്രാമിങ്ങിൽ യഥാർത്ഥത്തിൽ ഈ എന്തെങ്കിലും ഇഷ്യൂ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ടോ പ്രോഗ്രാമിങ് നടത്തുന്ന നേരത്ത് ഇതൊക്കെ ചില ഭാഷകളായി നിങ്ങൾ കേട്ട് കാണും. ജാവ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ പൈതഗോൺ എന്നൊക്കെയുള്ള പദങ്ങൾ കേട്ട് കാണും. ഇതൊക്കെ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളാണ്. ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ ചേർത്ത് വെച്ചിട്ടാണ് അൽഗോരിതം. സോ വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഇൻ വിച്ച് അൽഗോരിതം ഈസ് കൺട്രോളിങ് ദ എൻ്റയർ വേൾഡ്. കമ്പ്യൂട്ടർ നമ്മളെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിയലി അൽഗോരിതമിക് കൺട്രോൾ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇമേജിന് വലിയ സംഗതിയുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു പക്ഷിയെ കണ്ടെത്താനായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ്? ഒരു പക്ഷിയുടെ ചിത്രം ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ സവിശേഷതകൾ, അതിന് ചുണ്ടുണ്ട്, അതിന് ചിറകുണ്ട്, 2 കാലുണ്ട്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. വേറെ പക്ഷികളെയും കൊടുക്കും. ഇതെല്ലാം ഡേറ്റാസ് അൽഗോരിതംസ് അനുസരിച്ച് എടുക്കുകയാണതെല്ലാം. എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ഇമേജാണ്. ചുരുക്കത്തിൽ ഐഡൻറ്റിഫിക്കേഷൻ ത്രൂ ഇമേജ്. അങ്ങനെയാണെങ്കിൽ വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വരൂപം, ദാറ്റ് ഈസ് അവർ ഇമേജ്. ദെൻ ദർ ഈസ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ധാരണയുണ്ട്. ദൈവത്തെ ലോകം കാണേണ്ടുന്നതിന് വേണ്ടിയുള്ള ഇമേജാണ് മനുഷ്യൻ. ഇവിടെ അൽഗോരിതമിൽ അല്ലെങ്കിൽ സൈബർ വേൾഡിൽ ചില ഇമേജുകളെ സൃഷ്ടിച്ചിട്ട് ആ ഇമേജുകളുടെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചറിയുന്നെങ്കിൽ മനുഷ്യനെ ദൈവം എന്തിന് തൻ്റെ സ്വരൂപം നൽകി? വി ആർ ദ ഇമേജസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഇമേജുകളാണ്. അതുകൊണ്ട് ലോകം ദൈവത്തെ കാണുന്നത് ത്രൂ ഹ്യൂമൻ ബീയിങ്, മനുഷ്യനിലൂടെ. അവിടെയാണ് എനിക്ക് പൗരസ്ത്യ ചിന്തയിലെ, ക്രൈസ്തവ ചിന്തയിലെ ചില ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹം തോന്നുന്നത്. എന്താണ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്? ഇമാഗോ ഡേ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപവും സദൃശ്യവും. ഈ സ്വരൂപം സദൃശ്യം എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സത്യത്തിൽ എന്താ ദൈവത്തിൻ്റെ സ്വരൂപവും സദൃശ്യവും കിട്ടിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഫിസിക്കൽ രൂപം എനിക്ക് കിട്ടിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവത്തിന് എൻ്റെ ഹൈറ്റല്ലേ കാണാൻ പാടുള്ളൂ? എൻ്റെ ദൈവത്തിന് എന്നെപ്പോലെ ഡയബറ്റിസ് ഉള്ള ദൈവമാകണ്ടേ? അപ്പോൾ ഒരിക്കലും എന്തായിരുന്നാലും ഈ ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള സംഗതി അല്ല യഥാർത്ഥത്തിൽ ഇമേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് കപ്പദോക്യയിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരിൽ അഗ്രിഗണ്യനായിരുന്ന നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് 3 പദങ്ങൾ അതിന് അദ്ദേഹം എടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? വിസ്ഡം, ഫ്രീഡം ആൻഡ് ലവ്. യഥാർത്ഥത്തിൽ ദൈവം എന്താ ചെയ്തത്? ഇമ്പാർട്ടിങ് the wisdom of God to man, imparting love of God to man, and freedom also imparted. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം, ഈ 3 കാര്യങ്ങളാണ് വിസ്ഡം, ഫ്രീഡം ആൻഡ് ലവ്. ദീസ് ആർ ദ 3 components ഓഫ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. സ്വരൂപത്തിൻ്റെയും സദൃശ്യത്തിൻ്റെയും യഥാർത്ഥ കമ്പോണൻസ് ഇതാണ്.
ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈവൻ ദോ വി ആർ ഹ്യൂമൻ ബീയിങ്, വി ഹാവ് ഫ്രീഡം, വിസ്ഡം ആൻഡ് ലവ്. What kind of freedom, what kind of love, and what kind of wisdom that all related with the Creator. സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ചേരുവാൻ സാധ്യതയുള്ള, അതിനുള്ള അനന്തമായ സാധ്യത തന്നുകൊണ്ടാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞ ഈ പണ്ഡിതരായ സൈബർ സിവിലൈസേഷൻ്റെ ആളുകളൊക്കെ പറയുന്നത് പോലെ എത്ര വലിയ സൂപ്പർ ഹ്യൂമൻ ബീയിങ് വന്നാലും ശരി, ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീയിങ് വന്നാലും ശരി, അവിടെ ഈ പറയുന്ന ദൈവത്തിൻ്റെ ഇമേജ് കാണാനായിട്ട് സാധ്യതയില്ല. അവിടെ ദൈവത്തിൻ്റെ ഇമേജ് കാണാനായിട്ട് സാധ്യതയില്ല. എന്നാൽ ഈ വളർന്നു വരുന്ന ജ്ഞാനത്തെക്കുറിച്ചോ, ശാസ്ത്രീയ ജ്ഞാനത്തെക്കുറിച്ചോ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചോ നമുക്ക് ആശങ്ക വേണോ വേണ്ടെന്നാണ് എൻ്റെ ചിന്ത. കാരണം എന്താണ്? ഈ പൗരസ്ത്യ പിതാക്കന്മാർ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ കോളിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്? മനുഷ്യൻ്റെ വിളിയുടെ ആത്യന്തികത എന്താണ്? എന്തിനാണ് മനുഷ്യനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ചത് കേവലം മനുഷ്യനായിരിക്കുവാൻ വേണ്ടി തന്നെയല്ല, മറിച്ച് ദൈവത്തെ പോലെയാകുവാൻ, ബിക്കമിങ് ഗോഡ്. പൗരസ്ത്യ ക്രൈസ്തവ ദർശനത്തിലെ വളരെ അടിസ്ഥാനപരമായ ഒരാശയമാണ് ഡെയിഫിക്കേഷൻ, ദൈവീകരണം. ഗ്രീക്കിൽ തയോസിസ്, ബിക്കമിങ് ഗോഡ്, ദൈവമായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഹരാരി പറഞ്ഞ ഹോമോ ദേവൂസ് എന്ന ദൈവമല്ല, മറിച്ച് സത്യദൈവത്തിൻ്റെ ക്രിയേറ്റർ ഗോഡ്, ഇതിനെല്ലാം ട്രാൻസെൻഡ് ചെയ്യുന്ന സർവശക്തൻ്റെ ജ്ഞാനം എന്നിൽ പകർന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ സ്വാതന്ത്ര്യം എന്നിൽ പകർന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ജ്ഞാനം എനിക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് എന്നിലൂടെ വളർന്നു വരുന്ന ഒരു ശക്തിയുണ്ട്. മനുഷ്യന് രണ്ട് സാധ്യതകളാണെന്നാണ് ഈ പിതാക്കന്മാരൊക്കെ പറയുന്നത്. ഒന്നെങ്കിൽ ഗ്രോയിങ് ടുവേഴ്സ് ദ അൾട്ടിമേറ്റ്, ദൈവമായിക്കൊണ്ടേയിരിക്കുക, ദൈവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിലോ എക്സ് നിഹിലോ, ശൂന്യതയിലേക്ക് പോകുക. കാരണം ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വരുത്തിയവനാണ് ദൈവം. അതുകൊണ്ട് ഒന്നുകിൽ അപ്വേർഡ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഡൗൺവേർഡ്. അവിടാണ് ആധ്യാത്മികത കൊണ്ട്, വിശ്വാസ ജീവിതം കൊണ്ട്, വചനം കൊണ്ട് നമുക്ക് വേണ്ടിയിരിക്കുന്ന അപ്വേർഡ് മൂവ്മെൻറ്റ് ടുവേഴ്സ് അവർ ക്രിയേറ്റർ, ഹെവൻലി ഫാദർ. അത് തിരിച്ചറിഞ്ഞ മത്തായി ശ്ലീഹ അദ്ദേഹത്തിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം. നിങ്ങൾ ആ സൽഗുണങ്ങൾ കുറച്ചെടുക്കണമെന്നല്ല. സോ വി ആർ കോൾഡ് ടു ബി ലൈക്ക് ഗോഡ്, ദൈവത്തെ പോലെയായി തീരണം. സത്യമാണ്, അതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. പക്ഷേ അതിന് സൈബർ വേൾഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിവിലൈസേഷൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗത്തേക്കാൾ, അല്ലെങ്കിൽ അങ്ങനെയൊരു സാധ്യതയുടെ നടുവിൽ പോലും മനുഷ്യനൊരു സാധ്യതയുണ്ട്. മനുഷ്യന് ദൈവത്തെ പോലെ ദൈവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഈ 3 സംഗതികളെയും, ജ്ഞാനം, അതായത് വിസ്ഡം, ഫ്രീഡം ആൻഡ് ലവ്, ഈ 3 കാര്യത്തെയും ക്രൂശുമായിട്ട് ചേർത്ത് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ള വസ്തു എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, സൂര്യനും നക്ഷത്രങ്ങളൊന്നുമല്ല എനിക്ക് വെളിച്ചം. എൻ്റെ വെളിച്ചം ക്രൂശാണ്. ക്രൂശിൻ്റെ വെളിച്ചമാണ് ലോകത്തിൻ്റെ വെളിച്ചം. ക്രൂശിൻ്റെ വെളിച്ചമാണ് ക്രൈസ്തവൻ്റെ വെളിച്ചം. ക്രൂശിൻ്റെ വെളിച്ചമാണ് ജ്ഞാനത്തിൻ്റെ വെളിച്ചം. ക്രൂശിൻ്റെ വെളിച്ചമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം. ക്രൂശിൻ്റെ വെളിച്ചമാണ് സ്നേഹത്തിൻ്റെ വെളിച്ചം. അതുകൊണ്ട് ജ്ഞാനം, ക്രൂശിൻ്റെ വചനം, അതാണ് ജ്ഞാനം, അല്ലേ? അത് നശിച്ചു പോർക്കുന്നവർക്ക് അർത്ഥമില്ലാത്തതാണ്, നമുക്കോ ജീവനും ശക്തിയുമാണ്. ആ ശക്തി എന്നുള്ളിടത്ത് ഗ്രീക്കിൽ ഡുനാമിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് VD ക്ലാസ്സിൽ പറഞ്ഞതിനെ ഓർത്തു പോവുകയാണ്. അതിൽ നിന്ന് ഡൈനാമിറ്റ് എന്ന വാക്കുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലേ? വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങിനെയൊക്കെ പൊട്ടിച്ചെറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ക്രൂശിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ദ വേർഡ് ഓഫ് ഗോഡ്, the culmination or the absolute revelation of the word of God, that is through the cross of Christ.
ക്രിസ്തുവിൻ്റെ കുരിശിലൂടെയാണ് ദൈവവചനത്തിൻ്റെ പൂർണ്ണതയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ക്രൂശിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ക്രൂശാണ് വെളിച്ചം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. സ്വാതന്ത്ര്യം, അതാണല്ലോ രണ്ടാമത്തേത്. ഈ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിലെ രണ്ടാമത്തെ കമ്പോണൻറ്റ് ഫ്രീഡം ഓഫ് ഗോഡ് അല്ലേ? ഫ്രീഡം. എന്താ സ്വാതന്ത്ര്യം? ക്രൂശ് നൽകിയതാ സ്വാതന്ത്ര്യം. എന്നെ ആരാധിക്കുവാനായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവിടെയും ആരാധനയ്ക്കാണ് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്തിനാണ്? ഫ്രീഡം ഈസ് റിലേറ്റഡ് ടു വർഷിപ്പ് ഓർ ലിറ്റർജി. അത് ക്രൂശിലാണ്. ക്രൂശിലെ ആഘോഷമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ക്രൂശിൽ എന്തോ ഒരു വലിയ സ്വാതന്ത്ര്യമാണ് നടന്നത്. എന്തിന്? അവൻ്റെ നഗ്നത മറയ്ക്കാൻ പോലും ഒരു കീറ്റുശീല പോലും ഇല്ലായിരുന്നല്ലോ. അവൻ ജനിച്ചു വീണപ്പോൾ മറിയ തൻ്റെ വസ്ത്രത്തിൽ നിന്ന് ചില കീറ്റുശീല തൻ്റെ സ്വന്തം വസ്ത്രത്തിൽ നിന്ന് കീറിക്കൊടുത്തു. പക്ഷെ കാൽവറിയിൽ ചിത്രകാരൻ വരച്ചു വെച്ചിട്ടുണ്ട് അവൻ്റെ നഗ്നത കാണാതിരിക്കാനായിട്ട് ഒരു തുണ്ട് തുണി. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ നഗ്നനായിരുന്നു. പക്ഷെ ആ നഗ്നതയെ ലോകം കണ്ടില്ല. കാരണം എന്താണ്? ലോകത്തിന് വെളിച്ചം നൽകുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അന്ന് അന്ധതയിലായിപ്പോയി. നമ്മുടെ ആരാധനാക്രമത്തിലൊക്കെ സൂര്യൻ തൻ്റെ കിരണങ്ങളെ പിൻവലിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെതിരായിട്ടുള്ള ആളാണ്. ഒരു സൂര്യനും ചന്ദ്രനും ഒന്നും ഒരു കിരണവും പിൻവലിച്ചില്ല. പിന്നെ എന്താണ്? ഈ കാൽവറി ക്രൂശിലെ വെളിച്ചത്തിൻ്റെ മഹോത്സവം. കാൽവറി ക്രൂശിൽ നടന്നത് വെളിച്ചത്തിൻ്റെ മഹോത്സവമാണ്. 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ച് ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ ഘട്ടം ആരാണ് കാണുന്നത്? ആർക്കും തിരിച്ചറിയാൻ ഒക്കുകയില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്. ക്രിസ്തുവിൻ്റെ മഹാ വെളിച്ചത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ അവൻ നഗ്നനായിരുന്നു, അവൻ വസ്ത്രം ധരിച്ചിരുന്നു ഒന്നും കാണാനും നോക്കാനൊന്നും മനുഷ്യന് സാധിച്ചില്ല. കാരണം തീവ്രമായ വെളിച്ചത്തിൽ നട്ടുച്ചയ്ക്ക് നേരെ സൂര്യനെ നോക്കിക്കേ. ആരെങ്കിലും നോക്കുമോ? ഒന്ന് നോക്കും, പിന്നെ കണ്ണടയ്ക്കും. ഇരുട്ട് വന്നതൊന്നുമല്ല, നമ്മൾ കണ്ടത് വെളിച്ചത്തെയാണ്. പക്ഷെ കണ്ണടച്ചു. ഇതുതന്നെയാണ് കാൽവറിയിൽ നടന്നത്. ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ സെലിബ്രേഷൻ ഓഫ് ലൈറ്റ്. കാൽവറിയിലേതൊരു മഹോത്സവമാണ്. നമ്മുടെ സുറിയാനി ആരാധനകളിലൊക്കെ തന്നെ എല്ലാ മാറാനായ ശുശ്രൂഷകൾക്കൊടുവിൽ സ്ലീബ ആഘോഷം എന്നൊരു ഭാഗമുണ്ട്. മാലാഖമാർ സ്തുതിക്കുന്നവനെ ഞങ്ങളും സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശെടുത്ത് ഞാൻ ആഘോഷിക്കുന്നത്. ക്രൂശിൻ്റെ ആഘോഷത്തെ കാണിക്കുക. എല്ലാം മാറാനായി കർത്താവിൻ്റെ പെരുന്നാളുകൾക്കെല്ലാം അത് തീരുമ്പോൾ ഈ ക്രൂശ് ആഘോഷിച്ചുകൊണ്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ കാൽവറിയിലെ ജനനത്തിൻ്റെ കൾമിനേഷൻ, ദാറ്റ് വാസ് ഓൺ ദ ക്രോസ്. സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ്. അതാണ് വെളിച്ചത്തിൻ്റെ മഹോത്സവം. അവിടെയാണ് ആരാധന. അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഇമേജ് നമുക്ക് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ക്രൂശിൻ്റെ വചനവും ക്രൂശിലെ ആഘോഷവും, അടുത്തത് ലവ് ഓഫ് ഗോഡ്, സ്നേഹം. കാൽവറിയിൽ കാണുന്ന സ്നേഹം മറ്റെങ്ങും കാണാൻ സാധിക്കുമോ? നമ്മുടെ പാട്ടുകളൊക്കെ ധാരാളം പാടുന്നവരാണ്. 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാൽവറിയിലെ സ്നേഹത്തെ. കാൽവറിയിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണം. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? അവനെ പിടിച്ചുകൊണ്ടുവന്ന പടയാളികളും കൊല്ലുവാൻ അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തിയ പടയാളികളും ആ കാൽവറിയുടെ ആ താഴ്വരയിൽ കാണുന്ന 10 100 പടയാളികളോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു ധാരണയില്ല. നോ, ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഇന്റർസെഷൻ. ലോകം കേട്ടതിലേക്കും വലിയ മധ്യസ്ഥത അണച്ചത് അവിടെയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. That was for the whole creation, for the entire world, for the entire humanity. സകല മനുഷ്യനോട് ക്ഷമിക്കാനാണ് അവൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രകടനം അത് കാൽവറിയിലേ ഉള്ളൂ, കുരിശിലേ ഉള്ളൂ. അതുകൊണ്ട് ആ മധ്യസ്ഥത, ആ ക്ഷമായാചന താഴെ നിൽക്കുന്ന പടയാളികൾക്ക് വേണ്ടി തന്നെയല്ല, ഫോർ ദ എൻ്റയർ ക്രിയേഷൻ. ആദം മുതൽ ഇങ്ങോട്ടുള്ള ഇനി ഉണ്ടാകാൻ പോകുന്ന സകല മനുഷ്യർക്കും വേണ്ടി, സകല സൃഷ്ടിക്കും വേണ്ടിയുള്ള മധ്യസ്ഥതയാണ്. വീണ്ടും ക്രൂശിൻ ചുവട്ടിലെ കരുതൽ എത്ര വലുതാ! നിങ്ങളൊന്ന് ചിന്തിച്ച്, അവൻ കിടന്നത് എങ്ങനെയാ? ക്രൂശിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ടാണോ? അല്ല, അവൻ്റെ തല കുനിഞ്ഞ് താഴോട്ട് നിൽക്കുകയാണ്.
താഴോട്ട് തലകുനിച്ച് കിടക്കുന്ന അവൻ്റെ കണ്ണിൽ പെടുന്നതുണ്ടല്ലോ മണ്ണല്ല, മറിച്ച് വിലപിക്കുന്ന ഒരു സ്ത്രീയെയും വേദനിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയുമാണ്. പറഞ്ഞു, സ്ത്രീയെ നിന്റെ മകനിതാ. അവനോട് പറഞ്ഞു, യോഹന്നാനെ നിന്റെ അമ്മ ഇതാ. സുവിശേഷൻ എഴുതിയിരിക്കുന്നു, അന്ന് മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ ചേർത്തു. അസാധാരണമായ ഒരു ബന്ധം, അസാധാരണമായ ബന്ധം ഉടലെടുത്തു കുരിശിൻ്റെ ചുവട്ടിൽ. സന്ദർഭവശാൽ പറയുന്നു എന്നേ ഉള്ളേ, ഇതിൻ്റെ ഭാഗമല്ലെങ്കിലും നമ്മൾ വിവാഹ കുദാശയിലെ കിരീടം വാഴ്ത്തുമല്ലോ, കുരിശാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ മണവാളൻ്റെയും മണവാട്ടിയുടെയും ബന്ധത്തിൻ്റെ ഉറപ്പ് കുരിശിൻ്റെ ചുവട്ടിലേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. ഏതായിരുന്നാലും ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വരൂപം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യവും മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് ഇനി ഏത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും ശരി, അതുവഴി ഉണ്ടാകുന്ന സോ കോൾഡ് ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടാവുകയില്ല. കാരണം we are the image, they will look for another images, but we are the image of God. ഞാൻ ആ ഭാഗം വിടുന്നു. വീണ്ടും നമ്മുടെ ഐഡൻറ്റിറ്റി നിർണ്ണയിക്കുന്നിടത്ത് സഹായിക്കുന്ന മറ്റൊരു ആലോചന എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഡീപ്ലി റൂട്ടഡ് ഇൻ ഫെലോഷിപ്പ്. കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ സ്വത്വബോധത്തിനെ യഥാർത്ഥ സ്വത്വബോധമാകാൻ സാധിക്കുകയുള്ളൂ. വേഗം പറയാം. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വാക്യങ്ങളിലാണ് ഫിലിപ്പിയ കൈസറയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ജനം എന്താ പറയുന്നത്. ചിലർ പറയുന്നു യോഹന്നാനാണ്, നീ യെരമ്യാവാണ്, ഏലിയാവാണ്. ഒടുവിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ആരാണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എപ്പോഴും എന്നെ അലട്ടുന്നൊരു ചോദ്യമുണ്ട്. ഈ യഹൂദിയായിലെ പരിസരങ്ങളിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒക്കാത്ത കാര്യം ഈ 12 പേർക്ക് എങ്ങനെ സാധിച്ചു? ചോദിച്ചത് ശിഷ്യന്മാരോടാണ്. അവരുടെ സംഘ നേതാവായ പത്രോസ് ഉത്തരം പറഞ്ഞു. പക്ഷേ പത്രോസിൻ്റെതല്ലെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പത്രോസേ, നിന്റെ ജഡരക്തങ്ങളല്ല നിനക്ക് വെളിവാക്കിയത്, സ്വർഗത്തിലെ പിതാവാണ്. സോ ദ റെവലേഷൻ ടു ദ കമ്മ്യൂണിറ്റി. ആരാണത്? 12 പേരുള്ളൊരു സംഘം, കമ്മ്യൂണിറ്റി. ക്രിസ്തുവേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. എന്നാൽ യെരുശലേമിൽ യഹൂദിയയിലെ മറ്റുള്ളവരോ അവരൊരു ക്രൗഡായിരുന്നു. ക്രൗഡിന് പറയാൻ പറ്റുന്നത് ഇവൻ പ്രവാചകനാണ്. കമ്മ്യൂണിറ്റിക്ക് പറയാൻ സാധിച്ചു, യു ആർ ദ സൺ ഓഫ് ഗോഡ്, ദ മെസ്സായ, നീയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതുകൊണ്ട് സ്വത്വബോധം കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം. അവിടെയാണ് ക്രൈസ്തവികതയുടെ പ്രത്യേകത. ചേർച്ച് എന്താണ്? ചേർച്ച് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഗോഡ്. പക്ഷേ പലപ്പോഴും പള്ളിപ്പതിയോഗവും ഭദ്രാസന പതിയോഗവും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇത് കമ്മ്യൂണിറ്റിയാണോ ക്രൗഡാണോ എന്നുള്ളത്. തമ്മിത്തല്ലും ചീത്തവിളിയൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ വി ആർ സ്ലോലി മൂവിങ് ഫ്രം കമ്മ്യൂണിറ്റി ടു ക്രൗഡ്. തിരിച്ചു വന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ സൈബർ സിവിലൈസേഷൻ നമ്മളെല്ലാം തൂക്കിക്കൊല്ലും, ആ ഗതികേട് വരും. അപ്പോൾ അത് ഇവിടെ ഒരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് ഹാവ് ദ കോൺഷ്യൻസ് ദാറ്റ് വി ആർ, or consciousness that we are part of a community, and that is called the church. അതാണ് സഭ. അതുകൊണ്ട് ക്രൈസ്തവ യുവതയുടെ ഐഡൻറ്റിറ്റി നിർണയത്തിൽ ആ ഐഡൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ കമ്മ്യൂണിറ്റി വിച്ച് ഈസ് കോൾഡ് ദ ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സഭ. ഞാൻ ആദ്യം പറഞ്ഞത് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തേത് ഈ സംഘമാണ്. ഈ സംഘബോധം ഭാരതീയർക്ക് അറിയാത്ത കാര്യമല്ല. സംഘം ശരണം ഗച്ഛാമി, ഐ ടേക്ക് റെഫ്യൂജ് ഇൻ കമ്മ്യൂണിറ്റി എന്ന് BC 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ ഈ ഭാരതത്തിൽ ഉറക്കെ ചൊല്ലിയതാ, ശ്രീബുദ്ധൻ. ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് മൊണാസ്റ്റിസിസവും കമ്മ്യൂണിറ്റി സംഘം എൻ്റെ ആശ്രയമാണെന്ന് പറയുകയും ചെയ്ത ആദ്യത്തെ ഭാരതീയൻ ആരെന്ന് എന്നോട് ചോദിച്ചാൽ ശ്രീബുദ്ധനാണ്. അതുകൊണ്ടാണ് ത്രിശരണങ്ങളിൽ ഒന്ന് സംഘം ശരണം ഗച്ഛാമി, ഐ ടേക്ക് റെഫ്യൂജ് ഇൻ സംഘ, കമ്മ്യൂണിറ്റിയിൽ, സംഘത്തിൽ ഞാൻ ആശ്രയിച്ചിരിക്കും. നമ്മുടെ
എനിക്കറിഞ്ഞിട്ട് മാർത്തോമാ സഭയുടെ കെംദ നമസ്കാരത്തിൽ ആ ഗീതം ഉണ്ട്, പക്ഷെ വേറെ രീതിയിലായിരിക്കാം അതിൻ്റെ വരികൾ കിടക്കുന്നത്. എന്നാൽ ഈ ഓർത്തഡോക്സ് സഭയിൽ ഉപയോഗിക്കുന്ന കെംദ നമസ്കാരത്തിൻ്റെ ഞായറാഴ്ച രാത്രി പ്രാർത്ഥനയിലെ ഒരു കോലോയിൽ ഇങ്ങനെയുണ്ട്: കർത്താവനോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയിൽ പോകട്ടെ, ഇതാ താനതിൽ മേവിടുന്നു. കർത്താവിനോട് സംസാരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സഭയിലേക്ക് വരട്ടെ, അവൻ അതിൽ വസിക്കുന്നു. ദാറ്റ് ഈസ് വൈ സെന്റ് പോൾ പറയുകയാണ്, സഭ എന്താണ്? ബോഡി ഓഫ് ക്രൈസ്റ്റ്, ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ശരീരമാണ്, അവിടെയാണ് വസിക്കുന്നത്. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു, ഒറ്റയാശയം കൂടെ പങ്കുവച്ചിട്ട്. ഐഡൻറ്റിറ്റി നിർണയത്തിൽ നമുക്ക് വേണ്ടിയിരിക്കുന്ന മറ്റൊരു ഗൈഡ് ലൈൻ, മേലെഴുത്ത് തിരിച്ചറിയുന്നൊരു ബോധമുണ്ടാവണം. ഡിസേണിങ് ദ ഇൻസ്ക്രിപ്ഷൻ. കർത്താവിൻ്റെ അടുക്കൽ നാണയം കൊണ്ടുവന്ന് ചോദിച്ചല്ലോ, കൈസർക്ക് കരം കൊടുക്കാമോ? കർത്താവ് ചോദിച്ചു, ഇതാരുടെ മേലെഴുത്താ? ഇത് കൈസറുടെ സ്വരൂപവും മേലെഴുത്തും ആരുടേതാ? കൈസറുടേതാ. അന്തപ്പൻ്റെ അത് അദ്ദേഹത്തിന് കൊടുത്തേ, ദൈവത്തിനുള്ള ദൈവത്തിന്. നമ്മുടെ മേലെഴുത്ത് എന്താ? നമ്മുടെ മേലെഴുത്ത് ഒരുപാടുണ്ട്. ഞാനത് 3 പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയിൽ പറയുന്നു, തോട്ടം കാക്കുക, വേല ചെയ്യുക ഒരു മേലെഴുത്താണ്. കർത്താവ് പറയുന്നു, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. പൗലോസ് പറയുന്നു, സ്ലേവ് ഓഫ് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയാണ്. ഇതൊക്കെയല്ലേ, ഇങ്ങനെ പറയാൻ ധാരാളമുണ്ട്. ഇതൊക്കെയല്ലേ നമ്മുടെ മേലെഴുത്തുകൾ. ഈ മേലെഴുത്തുകളെ കുറിച്ചുള്ള അവബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നിർണയത്തിൽ തെറ്റുപറ്റുകയില്ല. അതുകൊണ്ട് ക്രൈസ്തവ യുവതയുടെ ഐഡൻറ്റിറ്റി സ്വത്വബോധ അന്വേഷണത്തിൽ നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ള ബോധ്യമുണ്ടാവുക, അതേ നേരത്ത് തന്നെ ആ കോണ്ടെക്സ്റ്റിൽ പതറിപ്പോകാത്ത വചനാധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവും സഭയുടെ ആരാധനാ ജീവിതത്തോട് അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നതുമായ ഒരു സ്വത്വബോധം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ യുവതയുടെ ഐഡൻറ്റിറ്റി സ്റ്റേബിളാകും. അവിടെ സൈബർ സിവിലൈസേഷനോ മൾട്ടിപ്പിൾ സെക്ഷൽ ഓറിയൻറ്റേഷൻസോ മൈഗ്രേഷൻ ഇഷ്യൂസോ ഒന്നും നമുക്ക് തലവേദനയായി തീരുകയില്ല. എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സർവശക്തൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.